സമാധി സ്ഥലത്തിന് മുകളില് ശിവലിംഗം സ്ഥാപിക്കാൻ പോവുകയാണ്. ഞായറാഴ്ച അതിന്റെ പണി ഇതൊക്കെ വീട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത് മയിലാടിയിൽ നിന്നാണ് നമ്മൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി എല്ലാം. അപ്പൊ ഇതിന്റെ ചെലവൊക്കെ വലിയ എമൗണ്ട് ആകത്തില്ലേ? ഞങ്ങൾ 2 പശു നിന്നേനെ കൊടുത്തു. അപ്പൊ ഞങ്ങള് പശുവിന്റെ വരവ് വെച്ചാണ് ചിലവൊക്കെ. മരുമോള് വീഴുന്നതിന് ശേഷം ഇവിടെ പ്രശ്നങ്ങളെ പശുവിന് ആഹാരം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. മെഡിക്കൽ കോളേജിലൊക്കെ ആയപ്പം പശുവിനെ വേറെ പാർട്ടിയെ അവന് സ്നേഹമുള്ള ഒരു പാർട്ടിയെ വിളിച്ചുകൊണ്ട് ഇവിടെ കിടന്ന് ചാവാതെ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങേര് കൊണ്ട് അങ്ങനെ ഒന്ന് വിറ്റ് ഇപ്പം ശിവലിംഗത്തിനും ഒക്കെ ഓർഡർ കൊടുത്തിരിക്കുന്നു. പശുവിനെ വിറ്റ് കിട്ടിയ പൈസ കൊണ്ടാണ് കൊടുത്തത്. അപ്പൊ ഇവിടുത്തെ കാര്യം അതാണ് ഇപ്പം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ധർമ്മസങ്കടത്തിലായിരിക്കുന്നത്. സന്തകം കമ്പനിയിൽ ഇടയ്ക്ക് പോയെങ്കിലും അവനും ലോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെ. എങ്കിലും ഭഗവാന്റെ കാര്യങ്ങൾ കൈലാസ മഹാദേവന്റെ സഹായം കൊണ്ട് എല്ലാം ഭഗവാൻ നടത്തും എന്നുള്ള ഒരു മനസ്സിന്റെ ഉറപ്പ് കൊണ്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. ഒരു പശു ഉണ്ട്, ആ പയ്യന്റെ ഭാഗത്ത് അവര് നോക്കന്നെ അത് കറക്കണ പശുവാണ്. അപ്പൊ ആ പൈസ വെച്ചാണ് ഞങ്ങൾ ഇപ്പം ജീവിച്ചുകൊണ്ടിരുന്നത്. ഇനി ഒരു പശു കൂടെ ഉണ്ട്. ഇനി ഉണ്ട്, അവിടെ നിൽക്കണം. ഇനി കൊണ്ടുവന്നില്ല. അതിനെ കൊടുക്കാൻ പോവാണോ? അത് ഇനി കൊടുത്താൽ നമ്മളാരും കഷ്ടമാവും. അതുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന്. പിന്നെ സനന്ദന്റെ വരുമാനമൊക്കെ വളരെ മോശം. അവനും കുടുംബമല്ലേ.